ഇസ്രായേലുകാരിയെ മേരിയാക്കാൻ കഴിയില്ല. നെറ്റ്ഫ്ലിക്സിൽ പുതുതായി ഇറങ്ങിയ ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയായ മേരിക്കെതിരായ വിമർശനങ്ങളാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ ചർച്ച. ഓസ്കാർ ജേതാവ് ആന്റണി ഹോപ്കിൻസൺ അടക്കം അണിനിരുന്ന മേരി എന്ന സിനിമ ഇന്ന് വിവാദ വിഷയമായിരിക്കുകയാണ്. മേരിയുടെയും ഭർത്താവ് ജോസഫിന്റെയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രധാനമായും ഇസ്രായേൽ അഭിനേതാക്കളാണെന്നാണ് ഉയർന്ന പ്രധാന വിമർശനം തന്നെ. മേരിയും ജോസഫും പുത്രനായ ജീസസും ബെത്ലഹേമിൽ ജനിച്ച ജൂതനും പലസ്തീനുമാണെന്നുള്ള വർഷങ്ങളായുള്ള വാദത്തിന്റെ പിൻബലത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നത്. ഇസ്രായേൽ പലസ്തീൻ നടത്തുന്ന ആക്രമണങ്ങൾക്കിടയിൽ പുറത്തു വന്ന സിനിമയിൽ പലസ്തീനുകളാണെന്ന് അവർ വിശ്വസിക്കുന്ന മേരിയെയും യേശുവിനെയും മറ്റും അവതരിപ്പിക്കാൻ ഇസ്രായേൽ അഭിനേതാക്കളെ തിരഞ്ഞെടുത്തതിന്റെ അനൗചിത്യത്തെയും പലരും ചോദ്യം ചെയ്യുന്നുമുണ്ട്. നോയ കോഹൻ എന്ന ഇസ്രായേൽ നടിയാണ് മേരിയായി അഭിനയിച്ചിരിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ സംഘർഷം നടക്കുന്ന സമയത്ത് ഇസ്രായേൽ നടിയെ മേരിയായി അഭിനയിപ്പിക്കുന്നത് വിവേകശൂന്യമാണെന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത്. അതേസമയം പലസ്തീൻ അനുകൂലികൾക്ക് പുറമെ പല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജോസഫുമായുള്ള മേരിയുടെ ബന്ധത്തെക്കുറിച്ച് കൃത്യതയില്ലെന്ന രീതിയിൽ പല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട്. മേരി സിനിമ ചിത്രീകരിക്കുന്നതിന് മുൻപ് ഇവരാരും ബൈബിൾ പരിശോധിച്ചിട്ടില്ലെന്നടക്കമുള്ള കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്.